ഹായ് ഓൾ, കുറച്ചായല്ലേ കണ്ടിട്ട്. ഇന്ന് പറയാൻ പോകുന്ന സംഭവം നടന്നത് 2021 ഫെബ്രുവരി 21 ഒരു ഞായറാഴ്ചയാണ്. ആസ് യൂഷ്വൽ അനുരാജും മുസ്തും ഞാനും കൂടെ തൃശ്ശൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഞാൻ എന്റെ വണ്ടി കുഞ്ഞേന്റെ ഓഫീസിന്റെ അവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ മലക്കപ്പാറയായിരുന്നു. വഴിക്കൊരു ആൾക്കൂട്ടം കണ്ട് വണ്ടി സ്ലോ ചെയ്തു. കുറച്ച് അകലെയാണെങ്കിലും സ്വതന്ത്രമായി നീരാടുന്ന ഒരു ആനക്കൂട്ടത്തെ കണ്ടു. കുറച്ചു നേരം വണ്ടി നിർത്തി അവിടെ നിന്ന് അതെല്ലാം കണ്ട് ആസ്വദിച്ചു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ചെക്ക് പോയിന്റ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു ടീ പ്ലാന്റേഷൻ ആയിരിക്കും വണ്ടി ഒതുക്കി അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഫുള്ള് ചെളിയടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി ചിരിച്ചും മറിഞ്ഞൊക്കെയുള്ള ആ യാത്രകളുണ്ടല്ലോ, അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല കേട്ടോ. ലഞ്ച് കഴിച്ചത് വഴിയരികിലുള്ള ഒരു കടയിൽ നിന്നായിരുന്നു. ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും നടത്തുന്ന ഒരു കട. ഒരു വൃത്തിയില്ലാത്ത ഒരു ലോക്കൽ സെറ്റപ്പ്. പിന്നെ ഫുഡ് ഒട്ടും കൊള്ളില്ലായിരുന്നു. പക്ഷെ നല്ല വിശപ്പുള്ളത് കൊണ്ട് എന്തേലുമൊക്കെ ആവട്ടെ എന്ന് കരുതി കിട്ടിയതെല്ലാം വെട്ടി വിഴുങ്ങി അവിടുന്ന് വണ്ടി തിരിച്ചു. ഇനി വാഴച്ചാലും അതിരപ്പള്ളിയും കയറണല്ലോ. അപ്പോ തിരിച്ചുള്ള റൈഡ് എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും സാധാരണ ഉണ്ടാവാറുള്ള അത്ര തിരക്കൊന്നും റോഡിലില്ലായിരുന്നു, ഒട്ടും ഇല്ലായിരുന്നു. അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. പിന്നെ മാത്രമല്ല, കോവിഡിന്റെ ഏകദേശം അങ്ങനത്തെ ഒരു സീസണിലാണല്ലോ നമ്മളുടെ ഈ യാത്രകളെല്ലാം. അതുകൊണ്ടായിരിക്കാം ആളുകളെ അധികം കാണാത്തതും. പച്ചപ്പും ഹരിതാപിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് കുറച്ചു സമയം പ്രകൃതിയുമായി അലിഞ്ഞു ചേർന്ന് പുറത്തിരിക്കണമെന്നും പറഞ്ഞ് അനുരാജ് വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കി. ഏതാണ്ട് വള്ളികളൊക്കെ തൂങ്ങി കളിക്കണമുണ്ടായിരുന്നു. ഞാനും മുസ്തും വല്ല പാമ്പൊക്കെ കാണുന്നു പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് പിന്നെ അനുരാജ് വണ്ടി കയറിയത് തന്നെ. ഇതിനെല്ലാം ഇടയ്ക്ക് ഫോട്ടോ സെഷൻസ് തിമിർത്ത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടി നിർത്തിയത് വാഴച്ചാലായിരുന്നു. ക്രൗഡഡ് ആയിരുന്നു. പിന്നെ പോരാത്തതിന് അവിടെ നിറയെ കുരങ്ങുകളും ഉണ്ടായിരുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി നേരെ അതിരപ്പള്ളി. 2 കിലോമീറ്റർ മുന്നേ തൊട്ട് സൈഡിലെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഒടുക്കത്തെ ക്രൗഡ്. താഴേക്ക് അങ്ങ് ഇറങ്ങി പോയില്ല. മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ നോക്കി നിന്നു. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. പിന്നെ കുറെ ക്യാമറ ടെക്നിക്സ് ഒക്കെ അനുരാജിന്റെ വക സെഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം ട്രൈ ചെയ്ത് നോക്കി. കുറച്ചു നേരം അവിടെ എല്ലാം സ്പെൻഡ് ചെയ്തതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി ഞങ്ങള് ഒരു ബബിൾ ഗൺ വാങ്ങി. ഇനിയും ലേറ്റ് ആവണ്ടെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിൽ ഒരു സ്ഥലത്ത് കുറെ ഥാറ് പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ വണ്ടി ഒതുക്കി. പിന്നെ അവിടെ വെച്ച് കുറെ ഫോട്ടോ സെഷനും കാര്യങ്ങളും കുട്ടിക്കളികളും ഒക്കെ ആയിട്ട് കുറെ സമയം സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഥാറുകാരെല്ലാം ഇറങ്ങിയപ്പോൾ ഞങ്ങളും കൂടെ ഇറങ്ങി. നൈസ് റൈഡായിരുന്നു കേട്ടോ വഴി നീളെ. അങ്ങനെ ഒരു സൺഡേ തീരുമാനമായി. റിയലി എൻജോയ്ഡ് എ ലോട്ട്. അപ്പോൾ പുതിയൊരു ട്രിപ്പിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, മലയാളി ഫ്രം Thrissur. Bye for now.